الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിൻ്റെ പരിപൂർണ പുണ്യം നേടുന്നവരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വുളു എടുത്തു കഴിഞ്ഞിട്ട് നടത്തുന്ന പ്രാർത്ഥന ഓർക്കുന്നില്ലേ? നമ്മൾ 2 ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കും വുളു എടുത്തു കഴിഞ്ഞിട്ട്. അതിനുശേഷം അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്ന് പ്രാർത്ഥിക്കും. വുളു എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കും. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന സാക്ഷ്യം പ്രഖ്യാപിക്കും. അതിനുശേഷം അള്ളാഹുവിനോട് പറയാം, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ, ശുദ്ധി നേടുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധി നേടുന്നവരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു ശുദ്ധീകരണമാണ് വുളു. അതിനുശേഷം നമ്മൾ ഇത്ര കൂടി പ്രാർത്ഥിക്കുന്നു. തൗബയും തഹാറത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് തൗബയാണ് ചോദിക്കുന്നത്, 2 തഹാറത്താണ്. തവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തണം, മുതതഹ്ഹിരീങ്ങളിൽ ഉൾപ്പെടുത്തണം. തൗബയിലൂടെ ആന്തരികമായ ശുദ്ധീകരണം, പാപങ്ങളിൽ നിന്നെല്ലാം ഉള്ള ആന്തരികമായ ശുദ്ധീകരണമാണ് തൗബയിലൂടെ നടക്കുന്നത്. തഹാറത്തിലൂടെ നടക്കുന്നത് ബാഹ്യമായ ശുദ്ധീകരണമാണ്. ഇസ്ലാം ഓരോ വ്യക്തിയിലും പരിപൂർണ ശുദ്ധി ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഉള്ളും പുറമും എല്ലാ അഴുക്കുകളിൽ നിന്നും ശുദ്ധിയാവണം. അവനാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം.
പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം ആ ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ ശുദ്ധീകരണത്തിൻ്റെ ഇബാദത്തുകൾ കൊണ്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയുള്ളതാവണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതാവണം. പോരാ, നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ശുദ്ധിയുള്ള സമ്പത്തിൻ്റെതായിരിക്കണം. സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ലേ, ഹറാമ് കഴിച്ചു ഹറാമ് ധരിച്ചിട്ട് റബ്ബേ റബ്ബേ എന്ന് വിളിച്ചാൽ ഒരു വിശേഷമില്ല. അവൻ കഴിച്ചിട്ടുള്ള ആഹാരം ഹറാമിലൂടെയാണ്, അവന്റെ വസ്ത്രം ഹറാമിലാണ്. അങ്ങനെയുള്ളവൻ റബ്ബേ 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 എന്ന് 1000 വട്ടം വിളിച്ചാലും അല്ലാഹു എങ്ങനെ പരിഗണിക്കാനാണ്? അപ്പൊ നമ്മുടെ നമസ്കാരം നോമ്പ് പോലും സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായതും ശുദ്ധമായതുമാകണം. അല്ലാഹു മനുഷ്യരെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ, ഭൂമിയിലുള്ള വസ്തുക്കളിൽ നിന്ന് ഹലാലായതും തയ്യിബൻ വൃത്തിയുള്ളതുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. എല്ലാ മനുഷ്യരോടാണ് പറഞ്ഞത്. വലാ തത്തബിഊ ഖുതുവാത്തിശ് ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാചിന്റെ കാലടികളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ശുദ്ധികേടിലേക്ക് പോകരുത്. ഹറാമായ കാര്യങ്ങൾ ഉപയോഗിക്കരുത്, വൃത്തിയില്ലാത്ത കാര്യങ്ങളും ഉപയോഗിക്കരുത്. പിശാച് ഇഷ്ടപ്പെടുന്നതാണ്. പിശാച് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിഭാഗത്തുകൾക്ക് ബലമില്ലാതായി പോകണമെന്നതാണ്. അതുകൊണ്ട് ഹറാമായ സമ്പത്തിനെ കുറിച്ച് വലിയ ആകർഷണം പിശാച് തോന്നിപ്പിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അനർഹമായി വഞ്ചനയിലൂടെ ചതിയിലൂടെ മറ്റവന്റെ സമ്പത്ത് തട്ടിയെടുത്തതിലൂടെ ആവരുത്. അതുപോലെ അല്ലാഹ് ശുദ്ധിയില്ല എന്ന് പറഞ്ഞ വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കുകയും വേണം. ശുദ്ധിയുള്ളതും ഹലാലായതുമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിന് വിരുദ്ധമാകുന്നത് പിശാചിനെ പിൻപറ്റിക്കൊണ്ടുള്ള പരിപാടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരിപൂർണ്ണ ശുദ്ധി നേടാൻ വേണ്ടി അല്ലാഹു അവന്റെ അധ്വാനത്തിന്റെ ഹലാലായ മാർഗത്തിലൂടെ അവൻ സമ്പാദിച്ചത് പോലും ശുദ്ധിയാക്കുന്നതിന് വേണ്ടി സക്കാത്ത് എന്ന ഒരു കർമ്മം, നിർബന്ധ കർമ്മം, അത് നിർബന്ധമാണ്, ഫർളാക്കി. ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുന്നത് 100% നമുക്കുള്ളതല്ല. 2.5 അതിൽ അഴുക്കുണ്ട്. 2.5% അഴുക്കാണ്. അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഹറാമായ മാർഗത്തിലൂടെ അത് പാടേയില്ലല്ലോ. ഹറാമായ മാർഗത്തിലൂടെ, തട്ടിപ്പിലൂടെ, വഞ്ചനയിലൂടെ മറ്റൊരാളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നതിലൂടെ ആ സമ്പാദ്യമേ പാടില്ല. ശുദ്ധമായ സമ്പാദ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാഹ് അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ താൻ നേടുന്ന സമ്പത്ത് പോലും 100% നമുക്ക് പാടുള്ളതല്ല. 2.5% അതിലെ ശുദ്ധിയാക്കാനുള്ള സക്കാത്തായി നൽകപ്പെടാനുള്ളതാണ്. അല്ലാഹു തന്നെ പറഞ്ഞാൽ നോക്കിയേ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും, നബിയെ അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നീ സ്വീകരിക്കണം. തുതഹിറുഹും, അതുവഴി അവരെ ശുദ്ധിയാക്കിയെടുക്കണം. വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവരെ സംസ്കരിക്കണം. സക്കാത്ത് കൂടി അവർ തിന്നുപോയാൽ, സക്കാത്ത് കൂടി തിന്നുപോയാൽ അത് ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാവാതെ പോവും. നല്ലതിൻ്റെ കൂടെ അഴുക്ക് കൂടി കഴിച്ച അവസ്ഥയിലേക്കാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് എത്ര സ്നേഹമുള്ള ആളാണ്. കുട്ടികളെ കരയിപ്പിക്കുന്നവരെ എനിക്കിഷ്ടമില്ല.
കുട്ടിയെ കരയിപ്പിക്കുന്ന ഉമ്മയെ കൊണ്ട് ദേഷ്യപ്പെട്ടതാണ് റസൂലുള്ളാഹി. കുട്ടികളെ കരയിപ്പിക്കാൻ പാടില്ല, അത്ര സ്നേഹമാണ്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ തന്റെ പേരക്കുട്ടികൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് കുട്ടികളെ എടുത്തു റസൂലുള്ളാഹി. ആ കുട്ടിയെ എടുത്തിട്ട് ഖുതുബ തുടർന്നു. ഈ കാലത്ത് ഈ അടുത്ത വെള്ളിയാഴ്ച പണിയുണ്ടാവില്ല. അത്ര കരുണ, സ്നേഹം. ആ പേരക്കുട്ടി പള്ളിയിൽ കൂട്ടിയിട്ടുള്ള സക്കാത്തിന്റെ ഒരു കാരൊക്കെ എടുത്ത് വായി വെച്ചു. കുട്ടിക്ക് അതിന്റെ ഗൗരവം അറിയില്ല. ഇത്ര കരുണയുള്ള റസൂലുള്ളാഹി കണ്ടു അത്. തന്റെ പേരക്കുട്ടി സക്കാത്തിനായി ശേഖരിച്ചതിൽ നിന്നൊരു കാരക്ക വായിലിട്ടു. ഓടി വന്നു, വായിൽ വിരല് കടത്തി അത് തെറിപ്പിച്ചു കളഞ്ഞു. മുഹമ്മദിനും കുടുംബത്തിനും സക്കാത്ത് പാടില്ല മോനെ. കുഞ്ഞിക്കുട്ടിയല്ലേ, കുറ്റുണ്ടാവും അതിന്. കിടാവിന് അതിൻ്റെ അറിയില്ലോ സക്കാത്താണോ മറ്റതാണോ. ഒരു പഴം കണ്ടോ അത് എടുത്ത് തിന്നൂന്നല്ലാതെ. റസൂലുള്ളാഹിയുടെ സൂക്ഷ്മമൊക്കെ സക്കാത്തിന്റെ മുതലാണത്, നമുക്ക് തിന്നാൻ പാടില്ല. ഖുദ് മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് നബിയെ സ്വീകരിക്കണം. സ്വതക്കത്തൻ, ഖുർആനിൽ സക്കാത്തിന് പകരം സദക്ക ഉപയോഗിച്ചിട്ടില്ല. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാ, സക്കാത്തിന്റെ 8 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ പറയാനുള്ള ആയത്ത് സ്വതക്ക എന്ന് പകരം ഉപയോഗിച്ചിട്ട് അവരെ ശുദ്ധീകരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാനിതത്തി സ്വതക്ക ഔ ഖാന സക്ക. റസൂൽ പറയാണ്, ഒരാളുടെ സമ്പത്തിന്റെ കൂടെ സദക്ക ചെയ്യേണ്ട അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് കൂടിച്ചേർന്നാൽ അഫ്സദതുഹു, ആ മുഴുവൻ സമ്പത്തിനെയും നാശമാക്കി കളയും, മലിനമാക്കി കളയും. 97.5 ശുദ്ധയുള്ളതാണ്, 2.5 മാത്രമാണ് നീക്കിയിട്ട് 97.5. 1,00,000 നിന്ന് 2,500 രൂപ മാത്രമാണ് സക്കാത്ത്. 1,00,000 രൂപയിൽ നിന്ന് 2,500 രൂപയാണ് സക്കാത്ത്. 97,500 ശുദ്ധിയുള്ളതാണ്. പക്ഷെ നീക്കാതെ പോയാൽ മുഴുവത്തിനെയും മലിനമാക്കി കളയും. അത്ര അപകടം പിടിച്ചതാണ്. സത്യത്തിൽ ഈ ഗൗരവം നമ്മുടെ ഉമ്മത്തിന് മനസ്സിലായിട്ടുണ്ടോ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ സക്കാത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ 28 സ്ഥലത്ത് അഖീമുസ്സലാത്ത വആതു സക്കാത്ത, ഗൗരവം ഓർക്കണം. അഖീമുസ്സലാത്ത വആതു സക്കാത്ത, ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ ചിഹ്നമാണിത് രണ്ടും, നിസ്കാരവും സക്കാത്തും. ബാക്കി കാര്യങ്ങൾ പിന്നെ പുറകെ വരുന്നതാണ്. ഒരാൾ മുസ്ലിമാണോ എന്ന് അറിയാനുള്ള 2 ലക്ഷണങ്ങളിൽ ഒന്ന് ആദ്യം പ്രകടമാവുന്നു. ഈമാനാണെന്ന് നമുക്കറിയാം, അത് ഉള്ളിലാണ്. ഈമാനാണ്, തൗഹീദാണെന്ന് അറിയാം, അത് ഉള്ളിലാണ്. പുറത്തു നോക്കിയാൽ അറിയുന്നത് അയാൾ നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും. അപ്പോഴേ അയാൾ മുസ്ലിം ആവുള്ളൂ. അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത്. പലപ്പോഴും സങ്കടം തോന്നുന്നത് സദക്ക കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യൻ, സംഭാവന കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യൻ സക്കാത്ത് കൊടുക്കില്ല. പള്ളികൾക്ക്, മദ്രസകൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക് റമദാന്റെ പ്രത്യേകിച്ച് സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ പാവങ്ങൾക്ക് സദക്ക കൊടുക്കും. സക്കാത്ത് കണക്ക് അങ്ങോട്ട് പരിശോധിക്കൂല. കണക്ക് പരിശോധിക്കാത്തത് പിശാച് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. നീ കൊടുത്താൽ തീരും, കുറഞ്ഞു പോകും, നീ കൊടുത്താൽ നിന്റെ കുടുംബത്തിന് കുറയും എന്ന് അള്ളാഹ് പറയുന്നു. കൂട്ടിത്തരുമെന്ന് അള്ളാഹ് പറയുന്നത് കൂട്ടിത്തരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചില വസ്വാസുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ സമ്പത്ത് സക്കാത്ത് കൊടുക്കാൻ അർഹമാകുന്നാൽ മാത്രമേ എല്ലാവരും സക്കാത്ത് കൊടുക്കണ്ട. ജീവിക്കാൻ മാത്രമുള്ളവർ ആരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ശിഷ്ടം വരുന്നത്
മാന്യമായ ലളിതമായ ജീവിതം കഴിഞ്ഞ് ശിഷ്ടം വരുന്നത്. തോന്നിയ പോലെ ജീവിച്ചാൽ ആർക്കും ശിഷ്ടം ഉണ്ടാവുമല്ലോ. ദുർവ്യയോ ആഡംബരമൊക്കെ ചെയ്ത് ജീവിച്ചാൽ ആർക്കും ബാക്കി ഉണ്ടാവില്ല. അതല്ല പറയും. ഒരു മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ജീവിത ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുള്ളവൻ അവരെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അതും 2.5% മതി. നമുക്ക് കൊടുക്കാൻ പറ്റൂല സക്കാത്ത്. ഇസ്ലാമിക ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നതാണത്. വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു പോയിന്റ്. ഇത് ആദ്യം നടപ്പാക്കിയത് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ പിടികിട്ടും. ജനങ്ങൾക്ക് പിടികിട്ടാതെ പോയത് അതിൻ്റെ പല കാരണങ്ങളും ഇൻഷാ അല്ലാഹ്. ആദ്യം സക്കാത്ത് പിരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പിരിക്കാൻ. പിന്നെ ഞാൻ ആ സക്കാത്തിൽ നിന്ന് എങ്ങനെ സംഭാവന കൊടുക്കാൻ എനിക്ക് പറ്റുക? കൊണ്ടുപോയില്ലേ? ഗവൺമെന്റ് കൊണ്ടുപോയി. എൻ്റെ സ്വന്തക്കാർക്ക് എങ്ങനെ ഞാൻ കൊടുക്കുക? അടുത്തുള്ള പാവത്തിന് അതിൽ നിന്ന് എങ്ങനെ സദക്ക കൊടുക്കുക? അത് കൊണ്ടുപോയി അവര് തീരുമാനിക്കും ആർക്ക് കൊടുക്കണം. ഗവൺമെന്റ് തീരുമാനിക്കും. ഈ പിരിച്ചെടുത്ത സക്കാത്ത് അതിന് അവർക്ക് നിർദ്ദേശം അല്ലാഹുവിനൊന്നുമില്ല. 8 വിഭാഗം ആളുകളിൽ അതവര് വിതരണം ചെയ്യും. ഫക്കീർ, മിസ്കീന് ഇങ്ങനെ തുടങ്ങി 8 വിഭാഗങ്ങൾക്കായിട്ട്. അത് ഗവൺമെന്റിന്റെ ബാധ്യത, പിരിച്ചെടുക്കുന്നവരുടെ ബാധ്യത. പക്ഷെ എന്നിൽ നിന്ന് എടുത്തു കൊണ്ടുപോയതിനെ ഞാനെങ്ങനെ വേറെ കൊടുക്കും? അപ്പൊ സംഭാവന കൊടുക്കണ്ടേ? വേണം. 97യിൽ നിന്ന് ബാക്കിയുള്ള അവിടെയാണ് കുടുങ്ങിയ ആൾക്കാർ. ഞാൻ സദക്ക കൊടുക്കേണ്ടത് എനിക്ക് ബാക്കിയുള്ള 97% നിന്ന്. വീണ്ടും 1,00,000 ഉപമ പറയാം. 2,500 ഗവൺമെന്റ് കൊണ്ടുപോയി. 97,500 നിന്നാണ് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങേണ്ടത്, നമ്മുടെ വസ്ത്രം വാങ്ങേണ്ടത്, സദക്ക കൊടുക്കേണ്ടത്. സ്വന്തം രക്തബന്ധുക്കൾ, കുടുംബങ്ങൾ, പാവങ്ങളുണ്ട്, അവർക്ക് കൊടുക്കേണ്ടത് 97യിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ പാവങ്ങളുണ്ട്. പിന്നെ എങ്ങനെ സക്കാത്ത് സമിതിക്ക് കൊടുക്കാന്ന് പൊതുവെ കേട്ടുള്ളത്. നമ്മുടെ ചോരയെ തന്നെ എന്തുണ്ട്? നാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾക്കും സക്കാത്ത് മുതൽ കൊടുക്കാൻ പാടില്ല. നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അടുപ്പമുള്ള കുടുംബങ്ങൾക്ക്, അനന്തരാവകാശത്തിന് അവകാശം വരുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സദക്ക എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ല. അപ്പൊ പിന്നെന്താ? ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് പള്ളി കയറ്റില്ല, നമ്മള് ഇമാമിനെ വെച്ചില്ലേ, ഖത്തീബിനെ വെച്ചില്ലേ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അതുപോലെ മഹല്ല് കേന്ദ്രീകരിച്ച്, പള്ളി കേന്ദ്രീകരിച്ച് സക്കാത്ത് സെല്ലുകൾ ഉണ്ടാക്കി അതിൻ്റെ പരിധിയിൽ വരുന്നവരുടെ സക്കാത്ത് ശേഖരിച്ച് നീതിപൂർവം ഏത് വിഹിത 8 കൂട്ടരിൽ ആരാണോ നമ്മുടെ നാട്ടിലുള്ളത്, അടിമനെ മോചിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, യുദ്ധ ഫണ്ടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ഫക്കീറുണ്ടാവും, മിസ്കീനുണ്ടാവും. അതുപോലെ തന്നെ ആമിലീങ്ങൾ നമ്മുടെ എടുക്കാറില്ല. സക്കാത്തിൻ്റെ ജോലി ചെയ്യുന്നവർക്കൊരു വിഹിതമുണ്ട്. അത് റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞതാണ്. വെറുതെ നടക്കൂല. നമ്മളെ ഈ പോലെ പൈസ മേടിച്ചിട്ട് പൈസ കൊടുക്കല്ല. ഈത്തപ്പഴമായിരിക്കാം, ഗോതമ്പായിരിക്കാം, ദൂരെ നിൽക്കുന്നത് ശേഖരിച്ചു കൊണ്ടുവരണം. അത് നിശ്ചയിച്ച പാവങ്ങൾക്ക് എത്തിച്ചു. അതൊക്കെ ഇവരെ ജോലി. അവർക്കൊരു വിഹിതം ഉള്ള ആളുകൾക്ക് അത് കൊടുക്കണം. പിശാചി തോന്നി. അപ്പോൾ പള്ളികൾക്ക്, മദ്രസകൾക്ക്, കോളേജുകൾക്കൊക്കെ സംഭാവന കൊടുക്കുന്നത് നമുക്ക് സക്കാത്ത് നീക്കിയ ശുദ്ധമായ പണത്തിൽ നിന്നായിരിക്കണം. അത് മനസ്സിലാവാതെ പോയത്. നമ്മൾ പള്ളിക്ക് മദ്രസക്കൊക്കെ കൊടുത്ത്, പാവങ്ങൾക്ക് കൊടുത്ത്, സ്വന്തക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ സക്കാത്തും കൂടി കൊടുത്തു കഴിഞ്ഞു എന്നൊരു സമാധാനത്തിലാണ് പലരും ഉള്ളത്. സക്കാത്ത് വേറെ, സദക്ക വേറെ. സ്വന്തക്കാർക്ക് സദക്ക കൊടുത്താൽ ഇരട്ടി പുണ്യം. സ്വന്തം വാപ്പാക്ക് കൊടുത്താൽ പുണ്യം സദക്ക, ഭാര്യക്ക് കൊടുത്താൽ പുണ്യം, ഭർത്താവിന് കൊടുത്താൽ പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശം കേട്ടപ്പോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ പുണ്യം പറഞ്ഞപ്പോ, ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ
ആകെ ചെറിയൊരു ആഭരണം അവിടെ കൊള്ളൂ. വീട്ടിൽ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സദക്കയുടെ പുണ്യം കേട്ടപ്പോഴേ ഞാനിപ്പോൾ ഈ ചെറിയ ആഭരണം ഇട്ട് നടക്കാൻ എനിക്ക് പുണ്യാണ് വേണ്ടത്, ഞാനിത് കർമ്മം ചെയ്യാൻ പോകും. എങ്കിലും പാവം ഭർത്താവിനോട് പറയുന്ന ഭാര്യ, ഞാനിത് കർമ്മം ചെയ്യാൻ പോകണം. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, നീ ഏതായാലും കർമ്മം ചെയ്യും, ഞാൻ പാവല്ലേ, എനിക്കത്. ആ വീടിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പ, ഈ ധർമ്മം ചെയ്യുന്നത് പണക്കാരായതുകൊണ്ടല്ല, ഭർത്താവും ഭാര്യയൊക്കെ പാവങ്ങളാ. എത്ര പാവങ്ങളെ, എന്തെങ്കിലും ഒരു വള, ഒരു മോതിരം, എന്തെങ്കിലും ഒരു കമ്മലൊക്കെ ഉണ്ടാവുമല്ലോ. ഭർത്താവ് പറയുന്നത് അത് പറ്റൂ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാണ് ചെയ്താണ്. പെണ്ണ് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു ചോദിക്കാൻ, അള്ളാഹുവിന്റെ റസൂലെ ഞാനിത് ധർമ്മം ചെയ്യാൻ, എൻ്റെ ഭർത്താവ് പറയുന്നു ഞാൻ അദ്ദേഹം പാവണം, അദ്ദേഹത്തിന് കൊടുത്തൂടെ. നീ കൊടുക്ക്, ഇരട്ടി പുണ്യം നിനക്ക്. ഒന്ന് ധർമ്മം കൊടുത്ത പുണ്യം, ഒന്ന് നിന്റെ ഭർത്താവിനെ പരിഗണിച്ച പുണ്യം. സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഭർത്താവിനില്ല. ഭാര്യക്ക് കൊടുക്കാൻ പറ്റുമോ? മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഉമ്മാക്കും ഉപ്പാക്കും ചേട്ടനും അനിയനൊക്കെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലെങ്കിലും നോക്കണവരെ നമ്മള് സദക്ക കൊടുക്കാം. ഇത് വേർതിരിച്ചറിയാത്തത് കൊണ്ട് വലിയ ഫിത്ന, വലിയ പ്രസാദം, വലിയ ആശയക്കുഴപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പിശാച് പറയുന്നത് നിങ്ങളെ കുറയും. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കേട്ടു നോക്ക് നിങ്ങൾ. അൻ അബീ കബ്ശത്തൽ അൻസാരി അന്നഹു സമിഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. എല്ലാ കൊല്ലം കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഹദീസ്, എല്ലാ നോമ്പുകാലത്ത് ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, സലാസുൻ ഉഖ്സിമു അലൈഹിന്ന വഉഹദ്ദിസുകും ഹദീസൻ ഫഅഖബു. 3 കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഗൗരവം ഉണ്ടാകുമ്പോഴാണ് പ്രസ്തുത സത്യം ചെയ്യുക. സാധാരണ വർത്തമാനത്തിന് സത്യം ചെയ്യില്ല, ഗൗരവപ്പെട്ട വിഷയം വരുമ്പോഴാണ് സത്യം ചെയ്യുക. വഉഹദ്ദിസുകും, നിങ്ങളോട് ഞാനത് ഹദീസായിട്ട് പറയുന്നു. റസൂൽ പറയാം, ഫഅഖബു, വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളണം നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞതാണ്. فأما الذي أقسم عليهن فإنه نكص مال عبد من صدقة. അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് റസൂൽ പറയാണ്, ഒന്നാമത്തെ കാര്യം എന്നറിയോ? സദക്ക ചെയ്തത് കൊണ്ട് ഒരു ദാസന്റെ സമ്പത്തും കുറഞ്ഞു പോകില്ല. ശൈത്താൻ പറയുന്നതോ കുറയും. നിന്റെ കുടുംബത്തിന് തിന്നണ്ടല്ലേ എല്ലാവർക്കും കൂടി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് റസൂൽ പറയാണ്, സദക്ക ചെയ്തതിന്റെ പേരിൽ ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോവുകയില്ല. വലാ ദുലിമ അബ്ദുൻ മുദ്രിമതൻ സബറ അലൈഹാ ഇല്ലാ സഅദഹുല്ലാഹു ഇസ്സാ. ഒരാൾ കടുത്ത അക്രമത്തിന് വിധേയമായി, അന്യായത്തിന് വിധേയമായി പകരം ചെയ്യാതെ ക്ഷമിച്ചു, ആ ക്ഷമിച്ചവന്റെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. നമ്മ പകരം ചോദിക്കാത്തവനെ ഇസ്സത്തില്ലാത്തവനായിട്ട് കൂട്ടും. വീരില്ല, ധീരതയില്ല, ഒരു ഉണ്ടാവനാണെന്ന് പറയും ക്ഷമിച്ചവനെ. അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് റസൂൽ പറയുന്നു, നമ്മളോട് ഒരാൾ അന്യായം ചെയ്തു, പകരം ഒന്നും ചെയ്യാതെ ക്ഷമിച്ചു, അവന്റെ ഇസ്സത്ത്, ആ ക്ഷമിച്ചവന്റെ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. ഇത് സത്യം ചെയ്ത് പറയാം റസൂൽ. 3-ാമത്തെ കാര്യം എന്താ റസൂൽ പറയുന്നത്? വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബ ഫഖർ. ജനങ്ങളുടെ കൈ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാൾ ജോലിയായി സ്വീകരിച്ചാൽ, യാചന, സമൂഹത്തിന്റെ മുമ്പിൽ യാചിക്കുക എന്നത് ജോലിയായി സ്വീകരിച്ചാൽ, അള്ളാഹുവിന് എന്നും ദാരിദ്ര്യം കൊടുത്തുകൊണ്ടിരിക്കും. അവന്റെ ദാരിദ്ര്യം മാറൂല. സത്യം ചെയ്തിട്ടാ പറഞ്ഞു. കൊടുക്കാതിരിക്കാതെ നമുക്കുള്ള ഞാൻ അല്ലട്ടത്, യാചിക്കുന്നവന്റെ പ്രശ്നം. അത് അയാൾ ആലോചിക്കേണ്ടതാ. നമ്മുടെ വീട്ടിൽ വരുന്നവൻ കൈ നീട്ടട്ടെ നീട്ടാതിരിക്കട്ടെ, എന്തെങ്കിലും കിട്ടാൻ വരുമ്പോ അവൻ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ അത് പഠിപ്പിക്കണ്ട.
നമ്മൾ വീട്ടിൽ വന്നവരെ ആട്ടിവിടാനും പാടില്ല. അത് നമ്മളെ കാര്യം. അവൻ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് വളരെ നിവൃത്തിയില്ലാത്ത കാലത്ത് യാചിച്ചു, പിന്നെ നിവൃത്തിയുടെ മാറ്റിയിട്ടും ആ കാലം വരുമ്പോൾ ഇങ്ങനെ നടക്കാൻ തന്നെ തോന്നുന്നു. പലർക്കും ശീലായിപ്പോയി. അവർക്ക് എന്നും ദാരിദ്ര്യമായിരിക്കും. റസൂലുള്ളാ സത്യം ചെയ്ത് പറഞ്ഞതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സക്കാത്തിന്റെ ഗൗരവം പരിഗണിക്കണം. സദഖയുടെ പുണ്യം നമ്മൾ പരിഗണിക്കണം. ഒരിക്കലും നഷ്ടം വരില്ല. എത്ര എത്ര ഇരട്ടിയാക്കി അള്ളാഹ് തരാം. അള്ളാഹുടെ ഖജനാവ് നമ്മുടെ ഖജനാവ് അല്ലല്ലോ. നമ്മുടെ മേശയിൽ നിന്ന് 1000 റുപ്യന്ന് 500 എടുത്താൽ ബാക്കി 500 മേശയിലുണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ ഖജനാവ് വറ്റാത്തതാണ്, തീരാത്തതാണ്. ഞാൻ തരാം, ഇപ്പോൾ ഉള്ളത് തന്നെ ഞാൻ തന്നതല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ കയ്യിലുള്ളത് തന്നെ ഞാൻ തന്നതല്ലേ, ആ ഞാൻ തരാം. എൻ്റെ മാർഗത്തിൽ എൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിൽ വന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ബിഇബാദില്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, സക്കാത്തിൻ്റെയും സദഖയുടെയും മറ്റൊരു വിശേഷം ധനത്തോടുള്ള ആർത്തിയോടുള്ള ഒരു സമരമായി മാറും, ജിഹാദായി മാറും. സക്കാത്ത് സദഖ പലിശയോടുള്ള ജിഹാദായി മാറും സദഖയും സക്കാത്തും. അന്യരുടെ മുതൽ കിട്ടണമെന്നതിന് വിപരീതമാണല്ലോ കൊടുക്കുക എന്നത്. കിട്ടണമെന്നതിൻ്റെ വിപരീതമാണ് കൊടുക്കുക എന്നത്. അപ്പൊ സദഖയും സക്കാത്തുമൊക്കെ അന്യായമായ കുറ്റകരമായ രീതിയിൽ ധനത്തോട് ആർത്തി ഉണ്ടാവുക, പലിശ സ്വീകരിക്കുക, ആളുകളെ വഞ്ചിച്ച് സമ്പത്തുണ്ടാക്കുക എന്നതിനോടുള്ള ശരിയായ ജിഹാദാണ് സക്കാത്തും സദഖയും എന്നുകൂടി നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമം. മുകളിൽ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ് കൊടുക്കുന്ന കൈ. അതാണ് ഉത്തമം. റബ്ബിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കുന്ന നമ്മൾ ജനങ്ങളോടും കാരുണ്യം കാണിക്കുക. ഇത് എന്താ? പാവങ്ങളെ കാണുമ്പോൾ അള്ളാഹുടെ മാർഗത്തിൽ കൊടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സമ്പത്ത് അള്ളാഹ് കൊടുത്തവർ അത് ചെലവാക്കുന്നത് എന്തുകൊണ്ടാണ്? മുഅ്മിനീകൾ എന്നുള്ള പറയുന്നു. വഖുലൂബുഹും, അവർ ഹൃദയം വിറക്കുകയാണ്. എങ്ങനെ വിറക്കുന്നു? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങളെല്ലാം റബ്ബിലേക്ക് തിരിച്ചെല്ലുകയും ആ റബ്ബിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, ഹിസാബിനെ നേരിടേണ്ടി വരും. അതാണ് വഹ്തിസാബെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാലേ. ഹിസാബിനെ ഭയപ്പെടുക എന്നുകൂടി അതിന്റെ അർത്ഥം. റബ്ബിന്റെ മുമ്പിൽ ഹിസാബിനെ നേരിടേണ്ടി വരും എന്ന ഭയം കൊണ്ടാണ് അവർ കൊടുക്കുന്നതെന്ന്. അള്ളാഹ് എനിക്ക് തന്നു, ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കുന്നു, എൻ്റെ റബ്ബ് കൽപ്പിച്ചു. ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ വെറുതെ വിടില്ല എന്ന ആ ഭയമാണ്. ഭയപ്പെട്ട് വിറച്ചത് കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാവുന്നത്. അല്ല, കൊടുത്തില്ല, ആർക്കും വെളിപ്പെടുത്താൻ കണ്ട് കൂട്ടിവെച്ച്. മെച്ചെന്താ? മെച്ചം ആർക്കും കൊടുക്കാണ്ട് അങ്ങോട്ട് കൂട്ടിവെച്ച്. ഇഷ്ടം പോലെ ഉണ്ട്. ബാങ്കിലുണ്ട്, വീട്ടിലുണ്ട്, പറമ്പായിട്ടുണ്ട്, കെട്ടിടായിട്ടുണ്ട്, പലതായിട്ടുണ്ട്. എന്നിട്ടാ ഒരു ദിവസം മരിച്ചു. ഇന്നിവിടെ വന്നപ്പോൾ തന്നെ അത് പറഞ്ഞു, ഉപേക്ഷിക്കാൻ വന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. പള്ളിയിൽ ഉപേക്ഷിക്കാൻ ഇന്ന് വന്ന. ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ. ഞാനും നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാന്നൊക്കെ വിചാരിച്ചിട്ടല്ല കൂട്ടി വെക്കണേ. ആണ് പോവും. എന്നിട്ട് ഇതാരെ? ആ മരിച്ച ആൾക്ക് സ്വത്തില്ല, മരിച്ചാക്ക് കെട്ടിടമില്ല, മരിച്ചാക്ക് പറമ്പില്ല,
ബാങ്ക് ബാലൻസ് ഇല്ല, അതൊക്കെ അനന്തരാവകാശികളുടേതായി മാറി. റൂഹ് വിട്ടപ്പോൾ തന്നെ മാറി. റൂഹ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ മയ്യത്തായി കഴിഞ്ഞാൽ മയ്യത്ത് ഒന്നിന്റെയും ഉടമയല്ല. മാരക രോഗം പിടിച്ച് കിടന്നാലും ഉടമയാണ്. രോഗം പിടിച്ച് കിടന്നാലും ആ സമ്പത്തിന്റെ ഉടമയാണ്. വിവരം കെട്ട മക്കൾ വന്ന് പറയാറുണ്ട്, എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ, രജിസ്റ്റർ ചെയ്ത് തരാൻ വാപ്പുണ്ട്. എൻ്റെ ഓഹരി എവിടെ? ഓഹരി അവന് മരിച്ചു കഴിഞ്ഞല്ലോ ഓഹരിയുള്ളൂ. വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാടെ സ്വത്തിൽ മകൻ എവിടെ? ഓഹരി ഇല്ലല്ലോ. ആ ഓഹരി ഇല്ലാത്തവന് ചോദിക്കണേ, മോൻ ഞാൻ അവിടെ ഒരു വീട് കയറ്റി അവിടെ പുറത്തോളാം, എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ പണിങ്ങിയിട്ട്. അവർക്ക് എവിടെ ഓഹരി? ജീവിച്ചിരിക്കുന്ന ആൾ സ്വത്തിൽ ആർക്കും ഓഹരി? മരിച്ചു കഴിഞ്ഞാൽ ഓഹരിയായി, മക്കൾക്കെല്ലാം ഓഹരിയായി. ഇത് എന്നിട്ട് ഇവിടെ തല്ല്, കേസ്, പ്രശ്നം, അത് കോടതി മരവിപ്പിക്കുന്നു. ബാങ്ക് ബാലൻസ് ഇവരെ തർക്കം തീർന്നിട്ട് വേണം. എത്ര കൊല്ലം? അനന്തരാവകാശികളെ തർക്കം തീർന്നിട്ട് വേണം. ഇത് മരവിപ്പിച്ചു. ബാങ്ക് ബാലൻസ് ആർക്കും കൊടുക്കാണ്ട് കൂട്ടി വെച്ച് പോയതാ. അതിവിടെ. അവിടെ വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെള്ളിയും സ്വർണവും കൂട്ടിവെച്ച ആളുകൾ. അപ്പം നമുക്ക് പേടി കുറയും. വെള്ളിയും ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല, സ്വർണം സമ്പത്ത് കൂട്ടിവെച്ച ആളുടെ അർത്ഥം ഇട്ട് തന്നെ. അന്ന് നോട്ടല്ല, സ്വർണവും വെള്ളിയായിരുന്നു. ഇപ്പം നമ്മൾ നോട്ടാണ് ഉപയോഗിക്കുന്നത്. കൊടുക്കാതെ ചെലവാക്കാതെ കൂട്ടിവെച്ചവർ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനവർ എന്ത് അദാബിൻ അലീം. അള്ളാഹു എങ്ങനെ പരിഹാസത്തോടെയാണ് പറയുന്നതൊക്കെ? വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ജിബാഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസിക്കും വദൂഖൂ മാ കുന്തും തക്നിസൂൻ. സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകൾ. എന്താണ്? ഇവന്റെ സമ്പാദ്യം തന്നെ നരകത്തിലിട്ട് ഉരുക്കി അവന്റെ നെറ്റിത്തടങ്ങളിലും അവന്റെ പാർശ്വങ്ങളിലും അവന്റെ മുതുകുകളിൽ ചൂട് വെക്കും, ചുട്ടുപഴുപ്പിക്കും. എന്നിട്ട് പറയും, ഇത് നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചതാ, നീ കൂട്ടിവെച്ചതാ, നീ തന്നെ അനുഭവിക്കുക. നിനക്ക് വേണ്ടി കൊടുക്കാണ്ട് വെച്ചതല്ലേ, അപ്പൊ നിനക്ക് തന്നെ ഉള്ളതാ. അതുകൊണ്ട് അവൻ കൂട്ടിവെച്ച വെള്ളിയും സ്വർണവും നരകത്തിലിട്ട് ഉരുക്കി അവന്റെ നെറ്റിത്തടങ്ങളിലും പാർശ്വങ്ങളിലും അവന്റെ മുതുകുകളിലും ചൂട് വെക്കപ്പെടും നരകത്തിൽ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ ഗൗരവം നിസ്കരിക്കൊണ്ടിരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നതിൻ്റെ ഒഴിവാക്കിയുള്ള ഗൗരവം അറിയാം. അതേപോലെ സക്കാത്തിനെ മനസ്സിലാക്കിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ആദ്യത്തെ അടയാളം, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ആദ്യത്തെ അടയാളം നിസ്കാരം എല്ലാം നിർത്താൻ സക്കാത്ത് കൊടുക്കൽ നിർത്തും. സക്കാത്ത് കൊടുക്കൽ നിർത്തും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് നിസ്കാരം നിർത്തുള്ളൂ. അങ്ങനെ ചില ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ ദൂരെയുള്ള ചില ഗോത്രങ്ങൾ നബിക്ക് അങ്ങ് കൊടുത്തു. അതുപോലൊന്നും ഇപ്പം അബൂബക്കറിന് കൊടുക്കാൻ പറ്റില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്നറിയും, നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വേർതിരിവുണ്ടാക്കിയവരോട് ഞാൻ യുദ്ധം ചെയ്യും. സഹാബത്തിനോട് പറയും, നിങ്ങളാരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് യുദ്ധം ചെയ്യും. സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞവർ അപ്പൊ ഉപയോഗിച്ച വാക്ക് നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെ ഇടയിൽ വേർതിരിവ് കൽപ്പിച്ച മനുഷ്യരോട് നിങ്ങൾ, ഉമർ ഖത്താബിന് മോത്തൊക്കെയാ പറയണേ, ഉമറെ നീ ഇല്ലെങ്കിൽ ഞാൻ തനിച്ച് യുദ്ധം ചെയ്യും അവരോട്. ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും പണ്ഡിതന്മാർ ഇത് ആദ്യം തൊട്ട് മനുഷ്യരെ പഠിപ്പിക്കാനത്? സദക്ക കൊടുക്കണേൽ അവസാനിപ്പിച്ചിങ്ങനെ അല്ല, അവൻ ചില്ലറ മാറി വെക്കൂലേ, 10 തൊട്ട് 20 തൊട്ടൊക്കെ മാറി വെക്കൂലേ, അത് വീട്ടിലിങ്ങനെ കൈ നീട്ടി വരും പല അന്യ സംസ്ഥാനക്കാർ, അവർക്ക് കൊടുക്കാനാണ്. സക്കാത്തല്ലത്, അത് സക്കാത്തല്ല.
പണ്ട് കാലത്തൊക്കെ റമദാനിൽ നിശ്ചിത ദിവസം പ്രഖ്യാപിച്ച് ഗേറ്റില് ജനത്തിരക്കായാൽ ആ മുതലാളിയുടെ പ്രശസ്തി കൂടും. തിക്കും തിരക്കില് രണ്ടാളും മരിച്ചാലാ വീണ്ടും കൂടും പേര്. അത്ര തിരക്കായിരുന്നു അവിടെ. അങ്ങനൊരു സക്കാത്ത് ഇസ്ലാമിലില്ല. മനുഷ്യരെ മുഴുവൻ യാചകരാക്കി മാറ്റുന്ന, എത്തിച്ചു കൊടുക്കാൻ പറ്റുക, അറിയുന്നവർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ദൂരമുള്ളവരൊക്കെ ചിലപ്പോൾ വന്നു തരും. അവരെ എന്തെങ്കിലും കൊടുത്ത് വിടണം. അവരെ ഒന്നും കൊടുക്കാതെ ഇതൊക്കെ മോശമെന്നൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. റബ്ബിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ, റബ്ബിൻ്റെ മഹബറത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അത് ലഭിക്കണമെങ്കിൽ പരമാവധി നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, സദഖയാവട്ടെ പരിപൂർണമായി ചെയ്യുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ നരകത്തിൽ നിന്നും ആ നരക ശിക്ഷയിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളിവിടെ ഒന്നിച്ചുകൂടി പോയ എല്ലാവരും ഒരു